Hello friends, Technique Malayalamത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് iQOOന്റെ ഏറ്റവും പുതിയ ഫ്ലാഗ്ഷിപ്പ് സീരീസ് ഡിവൈസ് ആയ iQOO 9 Pro ആണ്. അപ്പോൾ iQOO എന്ന് പറഞ്ഞ ബ്രാൻഡ് ആക്ച്വലി വിവോന്റെ ഒരു സബ് ബ്രാൻഡ് ആയിട്ട് തുടങ്ങിയതാണ്. ഇന്ത്യയിൽ അത് വന്നത് 2020 ഫെബ്രുവരിയിലാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തത്. iQOO 3 സീരീസ് ആയിരുന്നു. പിന്നെ കഴിഞ്ഞ വർഷം iQOO 7 സീരീസ്, iQOO 7 ലെജൻഡും iQOO 7 ഇറങ്ങി. വളരെ രണ്ട് പോപ്പുലറായ പ്രീമിയം സ്മാർട്ട് ഫോൺസ് ആയിരുന്നു. അത് കഴിഞ്ഞ് iQOO Z5 ഇറങ്ങി, iQOO Z3 ഇറങ്ങി. അങ്ങനെ അവരെ പല സീരീസുകളും ഇറങ്ങുകയുണ്ടായി. അപ്പോൾ ഇപ്പോൾ 2022 അവരുടെ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസാണ് iQOO ഇറക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് iQOO 9 Pro ആണ്. അപ്പോൾ ഈ ഡിവൈസിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് എക്സ്പീരിയൻസ് ആണ്. സ്നാപ്ഡ്രാഗൺ 8 Gen 1 പ്രോസസ്സറാണ് വരുന്നത്. അതേപോലെ ടോപ്പ് ഓഫ് ദ ലൈൻ ഹാർഡ്വെയറും ക്യാമറ സെറ്റപ്പും എല്ലാം തന്നെ വരുന്നുണ്ട്. ഞാൻ ഡീറ്റെയിൽഡ് എല്ലാ സ്പെസിഫിക്കേഷനും ഇതിനകത്ത് വീഡിയോനകത്ത് പറയാം. അപ്പോൾ സ്നാപ്ഡ്രാഗൺ Gen 1 ആയിട്ടുള്ള ഫസ്റ്റ് ഡിവൈസാണ് ഇന്ത്യയിലെ. ഇതാണ് iQOO 9 Pro. അപ്പോൾ ഇതിൻ്റെ പ്രൈസിങ് എനിക്ക് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് അറിയില്ല, പക്ഷേ ഇത് പ്രീമിയം പ്രൈസിങ് ആയിരിക്കും ഉറപ്പാണ്. കാരണം അത്രയും പ്രീമിയം ഹാർഡ്വെയർ ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ അൺബോക്സിങ്ങിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് iQOO 9 Proൻ്റെ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് iQOO 9 Proൻ്റെ ബോക്സ് പാക്കേജ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് iQOO 9 Pro ലെജൻഡ് എന്ന് പറഞ്ഞ എഡിഷനാണ്. ലെജൻഡ് എന്ന് പറഞ്ഞാൽ BMW മോട്ടോ സ്പോർട്ടായിട്ട് പാർട്ട്ണർ ചെയ്ത് ഇറക്കിയതാണ്. അത് അവരുടെ പ്രീമിയം പ്രൊഡക്റ്റാണ്. അപ്പോൾ iQOO 9 Pro എന്ന് എഴുതി കാണാം. ബാക്കി ഇവിടെ നമുക്ക് വേറെ ഡീറ്റെയിൽസ് ഒന്നുമില്ല. IMEI നമ്പറും ബാക്കി നെറ്റ്വർക്ക് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് 14 ബാൻഡ് സപ്പോർട്ടാണുള്ളത് iQOO 9 Proയിൽ. അപ്പോൾ ഇതിൻ്റെ പ്രൈസിങ് നമുക്ക് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് അറിയില്ലെങ്കിലും ഞാൻ വീഡിയോ പ്രൈസ് അനൗൺസ് ചെയ്യുമ്പോൾ കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് തുറക്കാം. അപ്പോൾ iQOO 9 Pro ആണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ മുകളിൽ തന്നെ ബോക്സിൻ്റെ മുകളിൽ തന്നെ ഡിവൈസ് കാണാം. അപ്പോൾ നമുക്ക് ഡിവൈസ് ഒന്ന് പുറത്തേക്ക് എടുക്കാം, എന്നിട്ട് ഡിവൈസിലേക്ക് പിന്നെ വരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബോക്സിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു സിം ഇജക്റ്റ് പിന്ന് കാണാം ഇവിടെ നമുക്ക്. പിന്നെ നമുക്ക് തുറക്കുമ്പോൾ കാണുന്നത് iQOO 9 മോട്ടോ സ്പോർട്ട് പ്രീമിയം പാർട്ണർ എന്ന് എഴുതിയ ഒരു ഇത് ഇടാം. അപ്പോൾ ഇവിടെ നമുക്ക് മോട്ടോ സ്പോർട്ടിൻ്റെ ഒരു കാർഡുണ്ട്. പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ട്, പ്രൊട്ടക്ഷനുള്ള സ്റ്റിക്കേഴ്സാണ്. വാറൻറ്റി കാർഡും പിന്നെ നമുക്ക് എന്താ കിട്ടുന്നത്, ഒരു ബുക്ക്ലെറ്റാണ് വരുന്നത്, വാറൻറ്റി ഇൻഫർമേഷനാണ് വരുന്നത്. ഇത്രയാണ് ഇതിനകത്തുള്ളത്. പിന്നെ ബോക്സ് വരുന്നത് നല്ലൊരു കേസാണ്. ആക്ച്വലി നല്ലൊരു ബ്യൂട്ടിഫുൾ കേസാണ്. TPU കേസാണ് എങ്കിലും അതേ കളർ കോമ്പിനേഷൻ തന്നെയാണ് കേസും വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കേസ് ഇട്ടാലും ആ ഫോണിൻ്റെ ഭംഗി നഷ്ടപ്പെടില്ല എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ്. ഇതൊരു നല്ല ഐഡിയ ആണ് ആക്ച്വലി. സാധാരണ TPU കേസ് ആണെങ്കിൽ പോലും ഇത് അതേ കളറിലും അതേ ഡിസൈനിലും കൊടുത്ത കാരണം നമുക്ക് കേസ് ഇട്ടാലും കുഴപ്പമൊന്നും തോന്നത്തില്ല. ഇനി നമുക്ക് കിട്ടുന്നത് ഒരു അഡാപ്റ്ററാണ്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. 120 watt അഡാപ്റ്ററാണ്. ഇതുണ്ടല്ലേ, വിവോ 120 watt ഫ്ലാഷ് ചാർജാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അഡാപ്റ്റർ. കുറച്ചൊരു ഹെവിയാണ്. USB Type-C പോർട്ടാണ് വരുന്നത്. അപ്പോൾ ഇതാണ് അഡാപ്റ്റർ. നമുക്ക് 120 watt അഡാപ്റ്ററിൻ്റെ ചാർജിങ് ടെസ്റ്റ് ഒക്കെ ചെയ്യാം. പിന്നെ നമുക്ക് കിട്ടുന്നത് സ്റ്റാൻഡേർഡ് ചാർജിങ് കേബിൾ, USB Type-C ചാർജിങ് കേബിളാണ്. പിന്നെ ഒരു അഡാപ്റ്റർ ഉണ്ട്, USB Type-C to 3.5mm അഡാപ്റ്ററാണ്. അതായത് നിങ്ങൾക്ക് 3.5mm ഓഡിയോ ജാക്ക് വെച്ച് പാട്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാവുന്ന അഡാപ്റ്ററാണ്. 3.5mm ഓഡിയോ ജാക്കിലേക്ക് കൺവേർട്ട് ചെയ്യും USB Type-Cനെ. അപ്പോൾ ഇപ്പോൾ പൊതുവേ എല്ലാവരും വയർലെസ് ബ്ലൂടൂത്ത് വഴിയാണ് കേൾക്കുന്നത്. എങ്കിലും നിങ്ങൾക്ക് 3.5mm ഓഡിയോ ജാക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഡിവൈസിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് iQOO 9 Pro. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ വളരെ ഒരു മനോഹരമായ ഡിസൈനാണ്. ഒരു ലാർജ് ക്യാമറ യൂണിറ്റ് കാണാം. ഇവിടെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. അതേപോലെ തന്നെ നമുക്കിവിടെ ഗിംബൽ സ്റ്റെബിലൈസേഷൻ്റെ LED ഫ്ലാഷാണ്. പിന്നെ BMW മോട്ടോ സ്പോർട്ടിൻ്റെ ആ ഒരു ലൈൻസും കാണാം. പിന്നെ ഇവിടെ നമുക്കൊരു കാർബൺ ഫൈബർ പോലത്തെ ഒരു ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. കംപ്ലീറ്റ് ഗ്ലാസ് ഫിനിഷാണ് വരുന്നത്. പിന്നെ ഇവിടെ നമുക്ക് പവർ ബട്ടൺ, വോളിയം കീസ് കാണാം. പവർ ബട്ടൻ്റെ ഒരു ബ്ലൂയിഷ് കളറും കൂടെ കൊടുത്ത് കാണാം. പിന്നെ നമുക്കിവിടെ ഈ സൈഡിൽ ഓപ്പണിങ്സോ സ്ലോട്ട്സോ ഒന്നുമില്ല. പിന്നെ താഴെ നമുക്ക് ഒരു സിം ട്രേ കാണാം. SD കാർഡ് സപ്പോർട്ടില്ല. അതേപോലെ നമുക്കിവിടെ ഒരു USB Type-C പോർട്ടും സ്പീക്കർ യൂണിറ്റും കാണാം. ഫ്രണ്ട് ഡിസൈൻ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു 2K ഡിസ്പ്ലേയാണ്, കേർവ് ഡിസ്പ്ലേയാണ് വരുന്നത്. ഒരു പഞ്ച് ഹോൾ 16 MP സെൽഫി ക്യാമറയും കാണാം. അപ്പോൾ ഡിസൈൻ വൈസ് വളരെ മനോഹരമായ ഒരു ഡിസൈനാണ്, നമുക്ക് തീർച്ചയായിട്ടും പറയാം. നല്ലൊരു ഇൻ ഹാൻഡ് ഫീൽഡിൽ കുറച്ചൊരു ഹെവി ഡിവൈസാണ്. കാരണം ഒരു ലാർജ് ഡിവൈസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഹെവിയാണ്. പക്ഷേ നല്ലൊരു ഓവറോൾ ഫിറ്റ് ആൻഡ് ഫിനിഷും ഒരു പ്രീമിയംനെസ് ഡെഫിനറ്റ്ലി ഉണ്ട് പറയാം. രണ്ട് കളേഴ്സിലാണ് വരുന്നത്. ഒരു ഡാർക്ക് കളറുണ്ട്, ഒരു ബ്ലാക്ക്, ഒരു കാർബൺ ഫിനിഷ് പോലത്തെ ഒരു ബ്ലാക്ക് കളറുണ്ട്. പിന്നെ ഈ ലെജൻഡ് എന്ന് പറഞ്ഞ കളറാണ് രണ്ടെണ്ണം വരുന്നത്. അപ്പോൾ നമുക്ക് ഫോണൊന്ന് ബൂട്ട് ചെയ്യാം. ബൂട്ട് ചെയ്തിട്ട് ബാക്കി സോഫ്റ്റ്വെയർ ആസ്പെക്ട്സിലേക്ക് വരാം.
അപ്പോൾ ഇതാണ് iQOO 9 Pro. അപ്പോൾ നമ്മൾ ഡിസ്പ്ലേയിൽ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത് ഒരു ക്വാഡ് HD റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. അതായത് 2K റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. E5 AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അതേപോലെ പീക്ക് ബ്രൈറ്റ്നസ് 1500 nits ആണ്. ഇത് 10-bit AMOLED ഡിസ്പ്ലേ ആണ്. വളരെ മനോഹരമായ ഡിസ്പ്ലേ ആണ്. നല്ല ടച്ച് റെസ്പോൺസ് ആണ്. എനിക്ക് തോന്നുന്നു 120 Hz റിഫ്രഷ് റേറ്റും 300 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും ആണ് വരുന്നത്. അപ്പോൾ നല്ലൊരു സ്മൂത്ത് ഡിസ്പ്ലേ ആണ്. അതേപോലെ നല്ലൊരു കളേഴ്സും നല്ല വൈബ്രൻറ്റ് ലെവൽസും ആണ്. അതേപോലെ തന്നെ നമുക്ക് നല്ല ബ്രൈറ്റ്നസ് ലെവൽസും കിട്ടുന്നുണ്ട്. ടച്ച് റെസ്പോൺസിൻ്റെ കാര്യമാണെങ്കിലും വളരെ സ്മൂത്തായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ കേർവ് ഡിസ്പ്ലേ ആണ് വരുന്നത്. രണ്ട് സൈഡിൽ നമുക്ക് കാണാം കേർവ് ഡിസ്പ്ലേ. അപ്പോൾ അതൊരു പ്രീമിയം ഫോൺസൊക്കെ ഇപ്പോൾ കേർവ് ഡിസ്പ്ലേ വീണ്ടും വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇവിടെ നമുക്കൊരു കേർവ് ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. വിവോൻ്റെ X70 Proയിലൊക്കെ അതേപോലെ Pro Plusലൊക്കെ കേർവ് ഡിസ്പ്ലേ ആയിരുന്നു. കഴിഞ്ഞ വർഷത്തെ OnePlus 9 Proയിലും കേർവ് ഡിസ്പ്ലേ ആയിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെയും കിട്ടുന്നത്. സോഫ്റ്റ്വെയറിലേക്ക് പോയാൽ നമുക്കിവിടെ കിട്ടുന്നത് Fun Touch OS 12 ആണ്. ഞാൻ ജസ്റ്റ് സെറ്റിങ്സ് എടുക്കാം. അബൌട്ട് ഫോൺ. അപ്പോൾ Fun Touch OS 12 Android 12 ആണ് വരുന്നത്. Snapdragon 8 Gen 1 octa-core പ്രോസസ്സറാണ്. ഇപ്പോഴത്തെ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് ലെവൽ പ്രോസസ്സറാണ് ആൻഡ്രോയിഡിൽ. 3 GHz ആണ് ക്ലോക്ക് സ്പീഡ്. 12 GB റാം ആണ് വരുന്നത്. 4 GB അഡീഷണൽ റാമും നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. 256 GB സ്റ്റോറേജാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 12 GB റാമാണ് വരുന്നത്. അപ്പോൾ ആൻഡ്രോയിഡ് 12 ഉണ്ടെന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആണ്. അതേപോലെ തന്നെ നമുക്ക് Fun Touch OS ആണ് ഇതിൻ്റെ സോഫ്റ്റ്വെയർ വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് തേർഡ് പാർട്ടി ആപ്സ് 1-2 ഉണ്ട് കേട്ടോ. ആക്ച്വലി മോജ് ലൈറ്റ് എന്നൊക്കെ പറഞ്ഞ ആപ്സ് ഇൻക്ലൂഡഡ് ആണ്. ഫ്യൂ ആപ്സ് ഡെഫിനറ്റ്ലി ഉണ്ട്. ഷെയർ ചാറ്റ് ഉണ്ട്. ബാക്കി കുറേ ആപ്സ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്താൽ പക്ഷേ എങ്കിലും കുറച്ച് ബണ്ടിൽഡ് ആപ്സ് ഉണ്ട്. എങ്കിലും ഒരുപാട് ബ്ലോട്ട് വേസ് ഒന്നും തന്നെ ഇല്ല. പിന്നെ നോട്ടിഫിക്കേഷൻ ടോഗിൾസ് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ഇപ്പോൾ നമ്മൾ Fun Touch OSൽ കാണുന്ന പോലെ തന്നെ വരുന്നത്. കാര്യമായ ചേഞ്ചസ് ഒന്നും തന്നെ ഇല്ല. ഇപ്പോൾ Fun Touch OS എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നി. നല്ല ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് ആക്ച്വലി 12ഉം 11ഉമായിട്ട് നോക്കുമ്പോൾ. എങ്കിലും ചില ബ്ലോട്ട് വേസ് ഡെഫിനറ്റ്ലി ഇൻക്ലൂഡഡ് ആണ് നമുക്ക് പറയാം. ഇനി ഇതിൻ്റെ ക്യാമറയെ കുറിച്ച് പറയാം. ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ്. ഇതിനകത്ത് ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ഇതിന് ഇമ്പോർട്ടൻ്റ് ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ പ്രൈമറി 50 MP ക്യാമറയാണ്. ഗിംബൽ സ്റ്റെബിലൈസേഷൻ കൂടി ഇൻക്ലൂഡഡ് ആയ ഒരു 50 MP ക്യാമറയാണ്. പിന്നെ ഒരു 50 MP അൾട്രാ വൈഡ് ആംഗിൾ ഫിഷ് ഐ ലെൻസുള്ള ഒരു ക്യാമറയാണ്. ഓൾമോസ്റ്റ് 150 ഡിഗ്രി വരെ അൾട്രാ വൈഡ് പോകുന്ന ഒരു 50 MP സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മൂന്നാമത്തെ ഇത് ഒരു 16 MP ടെലിഫോട്ടോ ലെൻസാണ്. അതായത് 2.5x ഒപ്റ്റിക്കൽ സൂമുള്ള ഒരു പോർട്രേറ്റ് ലെൻസാണ് കൊടുത്തിരിക്കുന്നത്. പോർട്രേറ്റ് ഷോട്ട്സിന് വേണ്ടി ഉള്ള ഒരു ലെൻസാണ്. അത് ടെലിഫോട്ടോ ലെൻസാണ്. പിന്നെ നമുക്ക് ഇവിടെ ഒരു 16 MP സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്യാമറ UI എന്ന് എടുത്ത് നോക്കാം. എന്നിട്ട് ഞാൻ ക്യാമറ UIയിൽ ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ നമുക്ക് പ്രൈമറിയിൽ കിട്ടുന്നത് 50 MP ക്യാമറയാണ്. ഇതുണ്ടല്ലേ 1x രീതിയാണ്. 0.6x വരുമ്പോൾ നമുക്ക് വരുന്നത് അൾട്രാ വൈഡ് ആംഗിൾ. അതായത് 50 MP അൾട്രാ വൈഡാണ്. 2x നോക്കുമ്പോൾ നമ്മൾ പോർട്രേറ്റ് ലെൻസിലേക്കാണ് പോകുന്നത്. അപ്പോൾ എന്താ പറയുക, ഒപ്റ്റിക്കൽ സൂമാണ്. പിന്നെ 30x വരെ ഡിജിറ്റൽ സൂം നമുക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ നമുക്ക് ഇവിടെ ഒരു അഡീഷണൽ ഓപ്ഷൻസ് കാണാം. ഫിഷ് ഐ, ക്രിസ്റ്റൽ ബോൾ, ആസ്ട്രോയിഡ്, റാബിറ്റ് ഹോൾ എന്നൊക്കെ പറഞ്ഞ അഡീഷണൽ ഓപ്ഷൻസ് കാണാം. ഈ ഫിഷ് ഐ ലെൻസൊന്നും നമ്മൾ സാധാരണ സ്മാർട്ട് ഫോൺസിൽ കാണാത്ത ഒരു ഫീച്ചറാണ്. അതിവിടെ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ പോർട്രേറ്റ്സ് എടുക്കുകയാണെങ്കിൽ 2.5 എടുക്കുക. അതായത് ടെലിഫോട്ടോ ലെൻസ് വെച്ച് എടുക്കാം. അതല്ലെങ്കിൽ നോർമൽ ലെൻസ് വെച്ച് എടുക്കാം. നൈറ്റ് മോഡ് ഉണ്ട്. അതേപോലെ വീഡിയോ റെക്കോർഡിംഗ് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. 8K വരുന്നുണ്ട്. 4K 30 FPS 4K 60 FPS 8K 30 FPS വരെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ക്യാമറേൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ. ബാക്കി നമുക്ക് അഡീഷണൽ മോഡ്സ് എന്ന് പറഞ്ഞാൽ ഡ്യുവൽ വീഡിയോ മോഡ്, സ്ലോ മോഷൻ, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. ഇതാണ് iQOO 9 Pro എന്നെടുത്ത ക്യാമറ സാമ്പിൾസ്. വളരെ നല്ല മനോഹരമായൊരു ക്യാമറ നമുക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് തന്നെ പറയാൻ സാധിക്കും. നല്ല ക്വാളിറ്റി ഇമേജസ് ആണ് ഓഫർ ചെയ്യുന്നത്. അതേപോലെ തന്നെ നല്ല ഡീറ്റെയിൽസും നല്ല ഷാർപ്നെസ് ലെവൽസും ഒരു കസ്റ്റം മെയ്ഡ് ലെൻസിനെ പോലെ തന്നെ ബിഹേവ് ചെയ്യുന്ന നല്ലൊരു ക്വാളിറ്റി സെറ്റപ്പാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പോർട്രേറ്റ്സ് ആണെങ്കിലും ലോ ലൈറ്റ് എക്സ്പീരിയൻസ് ആണെങ്കിലും സെൽഫീസ് ആണെങ്കിലും വീഡിയോ റെക്കോർഡിംഗ് ആണെങ്കിലും എല്ലാം കൊണ്ടും തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ക്യാമറ ഫസ്റ്റ് ഇംപ്രഷൻസിൽ. ഇനി എനിക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ടെസ്റ്റ് ചെയ്താലേ നമുക്ക് ക്യാമറേൻ്റെ ഒരു കംപ്ലീറ്റ് പെർഫോമൻസ് അറിയണമെങ്കിൽ കുറച്ചും കൂടി ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഡീറ്റെയിലായി റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ക്യാമറയെക്കുറിച്ച് വിശദമായി പറയുന്നതാണ്. അപ്പം ഓവറോൾ എനിക്ക് ക്യാമറ വളരെ ഇഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇതിനകത്ത് വരുന്നത് ഗെയിമിങ്ങിനായുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഗെയിമിംഗ് സെൻട്രിക് ആയ ഒരു ഫീച്ചറാണ്. പിന്നെ സ്നാപ്ഡ്രാഗൺ 8 Gen 1 ചിപ്പ് വളരെയധികം പെർഫോമൻസ് ഓറിയൻറ്റഡ് ചിപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമുക്ക് ഇതിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ബാറ്ററിയെ കുറിച്ച് പറയുകയാണെങ്കിൽ 4700 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. പിന്നെ 120 watt ഫാസ്റ്റ് ചാർജിങ് ആണ് വരുന്നത്. വെറും 20 മിനിറ്റ് മതി എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. 20 മിനിറ്റ്സിനകത്ത് 0 to 100% ഫില്ല് ചെയ്യുമെന്നാണ് കമ്പനി പറയുന്നത്. അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട്
ചാർജ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ചാർജിങ് ടെസ്റ്റ് ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു ബാറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. അപ്പോൾ അത്യാവശ്യം നല്ല കപ്പാസിറ്റി ബാറ്ററിയും ഇൻക്ലൂഡഡ് ആണ്. ബാക്കി കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇതിനകത്ത് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് വരുന്നത്. അത് നമുക്കിവിടെയാണ് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വരുന്നത്. അതേപോലെ തന്നെ ഇൻ്റലിജൻറ്റ് ഡിസ്പ്ലേ ചിപ്പ് ഉണ്ട്. പിന്നെ അതുകൂടാണ്ട് തന്നെ നമുക്ക് വേറെ കിട്ടുന്നത് എക്സ് ആക്സിസ് ലീനിയർ മോട്ടർ ഉണ്ട് ഇൻപുട്സിന് വേണ്ടിയിട്ടുള്ള, ഹാപ്റ്റിക്സിന് വേണ്ടിയിട്ടുള്ള. പിന്നെ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഹൈ പെർഫോമൻസ് കൂടിയ ഒരു ഡിവൈസാണ്. അപ്പോൾ ഇതിൻ്റെ വിലയും പ്രീമിയം ആയിരിക്കും. പ്രോബ്ലി 65,000 to 70,000 അടുത്തൊക്കെയാണ് വരാൻ ചാൻസ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ വെച്ച്. കാരണം ഇത് ടോപ്പ് ഓഫ് ദ ലൈൻ, ഇതിപ്പോൾ ഓൾമോസ്റ്റ് ലൈക്ക് OnePlus 9 Proൻ്റെയും Mi 11 Ultraൻ്റെയൊക്കെ അതേപോലത്തെ ഹാർഡ്വെയർ ആണ് ഇതിലും ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ പ്രൈസിങ്ങും വരാൻ ചാൻസ് ഉണ്ട്. എങ്കിലും നമ്മൾ പ്രൈസിങ് അനൗൺസ് ചെയ്യുമ്പോൾ നമ്മൾ ടൈറ്റിലോ കമൻറ്റ് സെക്ഷനിലോ പോസ്റ്റ് ചെയ്യാം. ഒരു പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് ഡിവൈസ് ആയിട്ട് തന്നെ നമുക്കിതിനെ കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു iQOO 9 Proൻ്റെ ഒരു ഡീറ്റെയിൽ അൺബോക്സിങ്ങും ഹാൻഡ്സ് ഓണും ക്യാമറ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഞാൻ പറയേണ്ടായി. അപ്പോൾ നിങ്ങളൊരു പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് എക്സ്പീരിയൻസ് ആണ് നോക്കുന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് സാംസങ്ങിൻ്റെ S22 സീരീസും അതേ Mi 11 Ultra, OnePlus 9 Pro ഇതൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യാവുന്ന ഒരു ഫോണാണ്. കാരണം ഡിസ്പ്ലേൻ്റെ കാര്യത്തിലാണെങ്കിലും ഹാർഡ്വെയറിൻ്റെ കാര്യത്തിലാണെങ്കിലും ക്യാമറേൻ്റെ കാര്യത്തിലാണെങ്കിലും ബാറ്ററിയും അതേപോലെ ചാർജിങ് സ്പീഡ് എല്ലാം കൊണ്ടും തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ആകെ പ്രോബ്ലം എനിക്ക് കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു എന്ന് തോന്നുന്നത് എനിക്ക് അതിൻ്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ്. ഫൺ ടച്ച് ചോയ്സ് കുറച്ചും കൂടെ ബെറ്റർ ആക്കാനാണ് കാരണം അതൊരു UI അത്രയ്ക്ക് ഒരു ഫ്രണ്ട്ലി അല്ല. അതേപോലെ തന്നെ കുറച്ച് ബ്ലോട്ട് വേസ് ഇൻക്ലൂഡഡ് ആണ്. പക്ഷേ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ എനിക്ക് പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. പക്ഷേ UI എക്സ്പീരിയൻസ് കുറച്ചും കൂടെ ബെറ്റർ ആക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതായിരുന്നു iQOO 9 Pro. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.